നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അന്നു മുതൽ വെള്ളാപ്പള്ളി നടേശനെയും BJP നേതാവായ ശോഭാ സുരേന്ദ്രനെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവിടുത്തെ CPM-കാർ. ഇപ്പോൾ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് തിരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടിയായി എന്നാണ് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ ഈഴവ സമുദായത്തിൽപ്പെട്ടതല്ല എന്ന പ്രചരണം നടക്കുന്നതായി വെള്ളാപ്പള്ളിയെ പത്രക്കാർ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവർ ഈഴവ സ്ത്രീ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് സ്ഥാനാർത്ഥിയെ നേരിൽ കണ്ട് അനുഗ്രഹം ചോദിക്കാൻ ചെന്നപ്പോൾ വെള്ളാപ്പള്ളി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും SNDP സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് അതിവിപുലമായ ക്യാമ്പയിൻ പിന്നോക്ക, ധീവര, ദളിത് വിഭാഗങ്ങളിൽ നടത്തി. ഇത് മനസ്സിലാക്കാനും ഇതിനെ പ്രതിരോധിക്കാനും വീഴ്ച സംഭവിച്ചെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി എന്നാണ് ജില്ലാ സെക്രട്ടറിയായ R. നാസർ പറയുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായിട്ടുള്ള ചില വീഴ്ചകളെ പറ്റിയിട്ടും CPM ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പെൻഷനുകൾ തുടർച്ചയായി നൽകുന്നതിൽ വീഴ്ചയുണ്ടായി. ആശുപത്രികളിൽ വരുന്ന രോഗികളെല്ലാം തന്നെ ആവശ്യത്തിന് മരുന്നും ചികിത്സയും നൽകുവാനും കഴിയാതെ വരികയാണ്. മാവേലി സ്റ്റോറും നിത്യോപയോഗ സാധനങ്ങളും ന്യായവിലയ്ക്ക് നൽകാൻ കഴിയുന്നില്ല. നെല്ല് കർഷകർക്ക് കൃത്യസമയത്ത് നെല്ലിന്റെ പണം നൽകാൻ കഴിഞ്ഞില്ല. ഇത് ഇടതുപക്ഷ വോട്ടർമാരിൽ അസംതൃപ്തി ഉളവാക്കി. ജില്ലയിലെ ന്യൂനപക്ഷങ്ങളിൽ ഒറ്റക്കെട്ടായി UDF-ന് വോട്ട് ചെയ്തു. SNDP-യും വെൽഫെയർ പാർട്ടിയും UDF-നെ സഹായിക്കുകയായിരുന്നുവെന്നും CPM വിലയിരുത്തുന്നു. അതിനാൽ പ്രതീക്ഷിച്ച വോട്ട് LDF-ന് ലഭിച്ചില്ല എന്നും വിലയിരുത്തിയതായി നാസർ പറഞ്ഞു. പാർട്ടി യോഗങ്ങൾ കഴിഞ്ഞാലുടൻ പാർട്ടി യോഗങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നതായി തെറ്റായ വാർത്തകൾ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകുകയും സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ചിലർ പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ഇവരെ കണ്ടെത്തി തിരുത്താനുള്ള ശ്രമം നടന്നു വരികയാണ് എന്നും നാസർ പറഞ്ഞു.